ചെറുതായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിക്കുക, നേരിട്ട് വെയിലേൽക്കാതെ നോക്കുക, തീ പിടിക്കാതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ഭക്തജനങ്ങൾ എല്ലാവരും അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിടുക. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ തന്നെ ഒരു പൊങ്കാലയായിരിക്കട്ടെ. ഹരിത പൊങ്കാല എന്ന കാര്യത്തിൽ പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ചപ്പുചവറുകൾ വലിച്ചുവാരി ഇടാതിരിക്കാനും നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ദിവസം കൂടി ആശംസിക്കുക. അല്ലേ പൂജ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ പലർക്കും പല പല കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനം ലോകമെമ്പാടും സന്തോഷവും സമാധാനമായിട്ടിരിക്കട്ടെ എന്നത് തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലല്ലേ? തീർച്ചയായിട്ടും നന്മയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം ദുഃഖങ്ങളെല്ലാം ആ ഒരു പൊങ്കാല അടുപ്പിൽ എരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുക. കഴിഞ്ഞ ദിവസം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് വരുന്നവരായിരിക്കും. പക്ഷെ അവർ ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുമായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ടാകും. അവരുമായിട്ട് ചങ്ങാത്ത കൂടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കൂട്ടായ്മയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും മനോഹരമായ എത്ര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ പൊങ്കാല കൂട്ടായ്മ എന്ന് പറഞ്ഞത് ഒരു വർഷം വന്ന് വീണ്ടും അന്ന് പരിചയപ്പെട്ട മനുഷ്യരുമായി നിരന്തരം ബന്ധം പുലർത്തി വീണ്ടും അടുത്ത വർഷം നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ച് അങ്ങനെ കാത്തിരുന്ന് വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സൗഹൃദം. അതിനൊരു പ്രത്യേകത തന്നെയായിരിക്കും. പല നാട്ടിൽ നിന്നുള്ള എല്ലാവരും ബന്ധുക്കളാവുന്ന ദിവസം കൂടിയാണ്. അതെ, സത്യമാണ്. അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഭക്തരെ കൂടി ഒന്ന് കാണിക്കാം. പൊങ്കാല ആരംഭിക്കാൻ 9:45 ശുദ്ധ പുണ്യാഹം 10:15 കൂടിയാണ് അടുപ്പുവിട്ട് ചടങ്ങ് വരുന്നത്. അതിനു മുൻപായിട്ട് അമ്മയെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇത്രയും നമ്മൾ ക്ഷേത്രത്തിലുള്ള ചെണ്ടമേളം കേൾക്കാതെയും നിർദ്ദേശം കിട്ടാതെയും ആരും അടുപ്പ് കത്തിക്കരുതെന്ന് പ്രത്യേകം ഈ ഭരണസമിതി അംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ. അതെ. അപ്പോൾ എന്താണ് ഭക്തരുടെ മനസ്സിൽ എന്നുകൂടി അറിയണ്ടേ? കുറച്ച് നേരമായിട്ട് ഞാൻ ഒരാളെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പേര്? എവിടുന്നാ വരുന്നേ? അതെയോ? ആദ്യമായിട്ടാണോ വരുന്നേ? എല്ലാ തവണ വരാറുണ്ടോ? അതെയോ? ചേച്ചിയുടെ മോളാണ്? അതെയോ? ശരി. അങ്ങനെ കൊച്ചു കുട്ടികളെല്ലാവരും ഉണ്ട്. അല്പസമയം മുമ്പ് കൊച്ചു കുഞ്ഞുങ്ങളെ ദേവിയുടെ രൂപത്തിലൊക്കെ ഒരുക്കിയൊക്കെ കൊണ്ടുപോകുന്നത്. തോളത്ത് കയറിയൊക്കെ പോകുന്നുണ്ട്. നല്ല ചന്തത്തിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ ചൂടാണ്, കുഞ്ഞുങ്ങളെയും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സങ്കടം കൂടി തോന്നും. അയ്യോ ചൂടല്ലേ, കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നും. അവരെയൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എല്ലാവരും. പിന്നെ കോട്ടൺ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നിഷ്കർഷ തന്നെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പൊങ്കാല ചടങ്ങിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. 9:45 ശുദ്ധ പുണ്യാഹം, 10:15 കൂടിയായിരിക്കും അടുപ്പ് വെട്ട് ചടങ്ങ്. അതിനുശേഷം പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ അനന്തപുരം ഒരു യാഗശാലയായി തന്നെ മാറും. 1:15 പൊങ്കാല നിവേദ്യവും. ഈ നാട്ടിൻപുറത്ത് പറയാറുണ്ട് ഒരു പുളിയിലയുടെ തണൽ പോലും ഇല്ലെന്ന് പറയും. പല സ്ഥലത്തും അങ്ങനെ പോലും ഒന്ന് തണലില്ലാത്ത ഇടങ്ങളിൽ നിന്ന് പൊങ്കാല ഇടുന്നവർ എത്രയോ ദിവസം മുന്നേ വന്നവരാണ്. അപ്പൊ അതിന്റെ ആത്മസമർപ്പണം അത് ചെറിയൊരു കാര്യമേ. കുംഭച്ചൂടാണ്. ആ കുംഭച്ചൂടില് തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന തറയില് ആ ചൂടോടുകൂടി പൊങ്കാല ഇടണം എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. ഇന്നലത്തെ കാലാവസ്ഥ ഒന്ന് നോക്കുകയാണെങ്കിൽ വെയിലില്ലായിരുന്നു. രാവിലെയൊക്കെ ചെറിയ രീതിയിൽ ഒരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം വരെയും അങ്ങനെ ഒരു ചെറിയൊരു മൂടല് പോലെ ഇങ്ങനെ നിൽക്കുക. പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ശുദ്ധീകരണം പോലെ മഴ പതിവാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലെ ചെറിയ രീതിയിൽ ഭക്തർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, വെയിലില്ല എന്നുള്ളത്. ഇന്നത്തെ കാര്യം അറിയില്ല. വെയിലാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും ആറ്റാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടാണ്ട് ഇവിടെ ആരും മടങ്ങില്ല. ഈ പൊങ്കാല ദിവസം സ്ത്രീകൾക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസം കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല നാട്ടിൽ നിന്ന് വരുന്ന ചേച്ചിമാരും അമ്മമാരും ഒത്തുകൂടുന്ന ഈ ദിവസം അവർക്ക് ഈ പൊതുവെ പറയുന്ന ഒരു പരാതിയുണ്ട്, ഇവർ വഴി മാറി തരില്ല, ഒതുങ്ങി നിൽക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കാരണം അമ്മയെ കാണാൻ എത്തുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തിനപ്പുറം ഒരു ചെറിയ അഭിമാനം കൂടി അവർക്കുണ്ട്. അല്ലേ? എൻ്റെ അമ്മയെ കാണാൻ ഞാൻ വരുന്നു എന്നൊരു ആത്മവിശ്വാസവും അഭിമാനവും കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ്. ചുറ്റിനതിന് ഉദാഹരണമല്ലേ? ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ആൾക്കാരുണ്ട്. എല്ലാവരും ക്യൂവിലാണ് മണിക്കൂറുകളായിട്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എവിടെ വരെ അങ്ങേ അറ്റം വരെ ക്യൂ ആണ്. എത്രത്തോളം ദൂരം ക്യൂവിൽ നിൽക്കുകയാണ്. ഈ പോലീസുകാരെല്ലാം കൂടെ കയറൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മുന്നിലേക്ക് പോവുകയാണ്. ആ ഒരു നിമിഷം
അമ്മയെ കണ്ട് തൊഴുതിട്ട് പോയി പൊങ്കാല ഇടുക എന്ന് പറയുന്ന ആ ഒരു വലിയ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. പോലീസൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, പതുക്കെ പോകണം, ക്യൂവില് തിരക്ക് കൂട്ടരുത്, അനാവശ്യ തിരക്കുണ്ടാക്കരുത്, അങ്ങനെ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നവരാണ് എന്നൊരു തോന്നലെങ്കിലും ഉണ്ടായാൽ പോലീസിനെ അറിയിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഇടവിട്ട് ഇത്ര മിനിറ്റുകൾ ഇടവിട്ട് എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തർക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ നടയ്ക്ക് മുന്നിലൊക്കെ വലിയ ക്യൂ തന്നെയാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ അനന്തപുരിയെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ മറ്റു ജില്ലക്കാർക്ക് ചെറിയൊരു അസൂയ ഇങ്ങി വരും. എന്താ ആവേശം, അനന്തപുരിക്കാരാവുന്ന ദിവസമാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ബന്ധുവീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെത്തും, വീടുകളിലേക്ക് എത്തും. നമ്മുടെയൊക്കെ സ്വന്തമായ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്നൊരു ദിവസമാണെങ്കിൽ കൂടി ഈ ആഘോഷം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അനന്തപുരിക്കാരും ഒപ്പം വന്നെത്തുന്നവർ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഒന്ന് ഇറങ്ങിയെന്നവരുത് ഈ തിരുവനന്തപുരം നഗരത്തിലൊക്കെ. എന്തായിരുന്നു ആവേശം, പകൽ പോലെ വെളിച്ചമാണ്, മിന്നിത്തിളങ്ങുന്ന നിറങ്ങളാണ്. ഒരു ചെറിയൊരു ആഘോഷം വന്നാൽ പിന്നെ അനന്തപുരിക്ക് ഒരു രക്ഷയില്ല. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കും. ആഹാരവും വെള്ളവും അതേക്കുറിച്ച് പറഞ്ഞേ മതിയാവൂ. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ എവിടൊക്കെ യാത്ര ചെയ്യുന്നു ആ ഭാഗത്തെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, സംഘടനകളുടെ നേതൃത്വത്തിൽ, വ്യക്തികളുടെ നേതൃത്വത്തിൽ ഒക്കെയും ഭക്ഷണ വിതരണം ഉണ്ടാവും. 2-3 ദിവസം മുൻപ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡ് സൈഡിലോ കിട്ടുന്ന ഇടങ്ങളിലോ വെച്ച് പാചകം ചെയ്ത് എല്ലാവർക്കും നൽകുമെന്നാണ് ഇന്ന് മറ്റൊരു പ്രത്യേകത. അതെ, ഞാനെന്നൊരു ഭാവമൊന്നും ഇല്ല ഇന്നത്തെ ദിവസം. എന്തായാലും നമ്മൾ ഈ ആറ്റുകാല ക്ഷേത്ര പരിസരത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോ.